ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പത്മകുമാറിന് ജാമ്യം. കട്ടളപ്പാളി കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. ദ്വാരപാലക പാളിക്കേസിൽ റിമാൻഡിൽ തുടരുന്ന സാഹചര്യത്തിൽ ജയിൽ മോചിതനാകാൻ ആകില്ല. സായി കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായി, എ പത്മകുമാർ പുറത്തേക്ക് വരിക എന്നുള്ളത് 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വിവരങ്ങൾ. ആ നിലയ്ക്ക് തന്നെയാണ് പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് വരികയും ചെയ്തത്. പക്ഷേ രണ്ടാമതൊരു കേസുണ്ട് എന്നുള്ളത് കൊണ്ട് പുറത്തേക്ക് വരിക എന്നത് സാധ്യവുമല്ല. തീർച്ചയായും അതോ ഇതിൽ അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. പ്രതീക്ഷിച്ചതുപോലെ സ്വാഭാവിക ജാമ്യം ആദ്യ കേസിൽ പത്മകുമാറിന് ലഭിക്കുകയാണ്. ഇതുവരെയായും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കോടതി അതിൽ കടുപ്പിക്കുകയും ചെയ്തു. എന്തായാലും മാർച്ച് 31-നകം അന്തിമ റിപ്പോർട്ട് നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ SIT കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതുവരെയും കുറ്റപത്രം നൽകുകയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചവർ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണിപ്പോൾ എ പത്മകുമാറിന് ഈ കേസിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റ്, CPIM-നെ സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ അറസ്റ്റ്. CPIM-ന്റെ ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴും ഇരിക്കുന്ന, ഇതുവരെയായും പാർട്ടി നടപടിയെടുക്കാത്ത എ പത്മകുമാറിനും ഇപ്പോൾ കട്ടിളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ ദ്വാരപാലക പാളി കേസിൽ റിമാൻഡിൽ തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. ആ കേസിൽ ഇനിയിപ്പോൾ കുറച്ചുകൂടി ദിവസം കൂടിയുണ്ട് 90 ദിവസമാകാൻ. സ്വാഭാവികമായും ആ കേസിലും ജാമ്യാപേക്ഷയുമായി പത്മകുമാർ പോയാൽ കുറ്റപത്രം അപ്പോഴേക്കും നൽകിയില്ലെങ്കിൽ അതിൽ കൂടി ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. N വാസു അടക്കം ഇതുപോലെ 90 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും. അതിൽ ഒരു തന്ത്രിയൊക്കെ 41 ദിവസത്തിന് ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതിലേറ്റവും പ്രതിസന്ധിയായിട്ടുള്ളത് ഈ അന്തിമ കുറ്റപത്രം ഇതുവരെ SIT നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ തെളിവുകളുടെ ഒരു അഭാവം അതിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കുറ്റമറ്റ കുറ്റപത്രം ഈ കേസിൽ നൽകുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം. ഏതെങ്കിലും തരത്തിൽ ഒരു പിടിവള്ളി ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ പ്രതികൾക്ക് വളരെ പെട്ടെന്ന് ഊരിപ്പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. കുറ്റപത്രം എന്നുള്ളതാണ് SIT നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. AV ജയശങ്കർ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ജയശങ്കർ, പുറത്തിറങ്ങിയ 6 പേരിൽ 6 പ്രതികളിൽ 4 പേരും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയവരാണ്. എ പത്മകുമാറിന്റെ രണ്ടാമത്തെ കേസിൽ 90 ദിവസം പൂർത്തിയാകുന്നത് എപ്പോഴാണ്? 23-ാം തീയതി ഈ ശങ്കരദാസിന്റെ അടക്കം ജാമ്യ ഹർജി പരിഗണിക്കാനും പോവുകയാണ്. അതായത് മാധു, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITക്ക് ഇങ്ങനെ നിരന്തര തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രതികളായി സ്വാഭാവിക ജാമ്യം നേടുന്നു. തന്ത്രി ഉൾപ്പെടെ സ്വാഭാവിക ജാമ്യത്തിനപ്പുറത്തേക്ക് കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള ജാമ്യം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് നിലവിൽ ഈ ദ്വാരപാലക പാളി കേസിൽ കസ്റ്റഡി കാലാവധി തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകില്ല. പക്ഷേ അദ്ദേഹത്തിന് കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ദ്വാരപാലക പാളി കേസിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം മാത്രമായിരിക്കും അദ്ദേഹത്തിന് 90 ദിവസം പൂർത്തിയാകുക. ആദ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ പ്രതി ചേർക്കുന്നത് കട്ടിളപ്പാളി കേസിലാണ്. പിന്നീടാണ് അദ്ദേഹത്തെ ദ്വാരപാലക പാളി കേസിൽ കൂടി SIT പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏറെ പ്രധാനമാണ്. കാരണം SIT ഏതെങ്കിലും തരത്തിൽ പത്മകുമാറിന്റെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ കുറ്റപത്രം നൽകുകയാണെങ്കിൽ പത്മകുമാറിന് പുറത്തിറങ്ങാനുള്ള ആ സാധ്യത അടയും. നിലവിൽ ജയിലിൽ കിടക്കുന്ന ഒരേ ഒരു പ്രമുഖൻ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ മാത്രമാണ് എന്നുകൂടി വേണം പറയാൻ. ബാക്കി ഒരുവിധം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളെല്ലാം തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി പത്മകുമാറിനെ സംബന്ധിച്ച് രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വൈകി. അതുകൊണ്ട് മാത്രമാണ് പത്മകുമാർ ഇപ്പോഴും ജയിലിൽ തുടരുന്നത്. എന്തായാലും SITയെ സംബന്ധിച്ച് SIT കുറ്റപത്രം നൽകുന്നത് വൈകിയാൽ പത്മകുമാറിന് പുറത്തിറങ്ങാനാവും. അല്ലെങ്കിൽ പത്മകുമാർ ജയിലിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സ്വാഭാവിക ജാമ്യമാണ് കട്ടിളപ്പാളി കേസിൽ ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. മറ്റു പ്രതികൾക്കെല്ലാം ലഭിച്ച ആനുകൂല്യം, ആ നിയമപരമായ പരിരക്ഷ, അതിന്റെ അടിസ്ഥാനത്തിലാണ് 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ജാമ്യം കൊണ്ട് അദ്ദേഹത്തിന് നേരത്തെ സായി സൂചിപ്പിച്ചതുപോലെ പുറത്തിറങ്ങാനാകില്ല. പക്ഷേ SIT കുറ്റപത്രം നൽകുന്നത് വൈകിയാൽ അടുത്ത മാസം ആദ്യത്തോടെ തന്നെ പത്മകുമാർ പുറത്തേക്ക് ഇറങ്ങും. ശരി, ഹരിമോഹൻ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഹരി, ഈ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റിന്റെ പങ്ക് വ്യക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, കോടതിയെ ബോധിപ്പിച്ചുകൊണ്ടാണ് എ പത്മകുമാറിന്റെ അറസ്റ്റ് നവംബർ മാസം 20-ാം തീയതി ഉണ്ടാകുന്നത്. ശേഷം SITയുടെ കസ്റ്റഡിയിൽ തുടർന്നു. പലതവണ ജാമ്യാപേക്ഷയുമായി രംഗത്ത് വന്നു. പക്ഷേ അപ്പോഴൊന്നും കോടതി കനിഞ്ഞില്ല. ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടുകയാണ്. അടുത്ത കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം കിട്ടുകയാണെങ്കിൽ പുറത്തേക്ക്. എ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ നമുക്കറിയാവുന്നതാണ്. അറസ്റ്റ് ഉണ്ടായിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും കണ്ടതാണ്. പത്മകുമാറിന് പുറത്തേക്ക് വഴിയൊരുങ്ങുകയാണോ?
മധു, തീർച്ചയായിട്ടും പത്മകുമാർ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നുള്ള നിലയിൽ തന്നെയാണ് SIT കണ്ടത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ ആസൂത്രകനായി നിലകൊണ്ടപ്പോൾ പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ തന്റെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാളികൾ രണ്ടുവട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ കൊടുത്തുവിട്ട് സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സഹായവും സാഹചര്യവും ഒരുക്കി കൊടുത്തത് എന്നുള്ള കണ്ടെത്തലായിരുന്നു SIT നടത്തിയത്. ഇതിന് പത്മകുമാറിന്റെ കൈപ്പടയിൽ തന്നെയുള്ള രേഖയടക്കം, അതായത് പത്മകുമാർ ഇതിനു വേണ്ടി ശുപാർശ ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ SITയുടെ പക്കലുണ്ട്. അതായത് ദേവസ്വം ബോർഡ് യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമാണ് ഇതിൽ പിന്നീട് മുന്നോട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫയൽ നീക്കങ്ങൾക്കും കാരണമായതെന്നുള്ളത് SIT കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ പത്മകുമാറിനെതിരെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ, മുരാരി ബാബു അടക്കമുള്ളവരുടെ മൊഴിയും വളരെ നിർണായകമായിരുന്നു. അങ്ങനെ പത്മകുമാർ ഈ കേസിൽ ഏറ്റവും നിർണായക കണ്ണിയായി നിലനിൽക്കുന്നു. മാത്രമല്ല, രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ, ഏറെ കോളിളക്കമുണ്ടാക്കിയ അറസ്റ്റ് കൂടിയായിരുന്നു പത്മകുമാറിൻ്റെതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പ്രതിപട്ടികയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് കൂടിയായി പത്മകുമാറിൻ്റേത് മാറി. ഇപ്പോൾ സർക്കാർ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാവുകയായിരുന്നു. ആ പത്മകുമാറാണ് ഇപ്പോൾ നിയമത്തിന്റെ പഴുതുപയോഗിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ ഈ വരും ദിവസങ്ങളിൽ കാണാൻ പോകുക. ഇന്നിപ്പോൾ വിവരങ്ങൾ നൽകിയത്. കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ദ്വാരപാലക പാളി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും റിമാൻഡിൽ തുടരുന്നതിനാൽ പുറത്തേക്ക് വരാൻ കഴിയില്ല. 90 ദിവസം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് സ്വാഭാവിക ജാമ്യം തേടുകയാണ് ഉണ്ടായത്.